ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 1-ലെ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററാണ്. സോ കോംപ്ലക്സ് നമ്പർ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്, റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള 1, 2, 3 ഇങ്ങനെ നമ്പേഴ്സ്. പിന്നെ നമ്മൾ 1.5, 2.3, 1.3333 അങ്ങനത്തെ നമ്പേഴ്സ്. പിന്നെ 1.4145 അങ്ങനെ നിൽക്കാതെ പോകുന്ന നമ്പേഴ്സും കണ്ടിട്ടുണ്ട്. അതുപോലെ ഫ്രാക്ഷൻസ് ഉണ്ട്, 1/2, 3/4. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കിതിനെ ഒരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈൻ വരച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ലൈനിൽ എവിടെയും ഈ നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം എവിടെയെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 0, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. പിന്നെ ഇവിടെ റിയൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അത് ഞാൻ എഴുതാൻ മറന്നുപോയി. -1, -2 അങ്ങനത്തെ നമ്പേഴ്സ്. ഈ പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ എല്ലാം നെഗറ്റീവും നമുക്കുണ്ടാവും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നെഗറ്റീവ് ഉണ്ടാവും, -1, -2, -3 അതെ. അപ്പോൾ ഈ നമ്പർ ലൈനിൽ എവിടെ വേണമെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 1.5 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഈ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലായിരിക്കും 1.5. 0.5 ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും. അതിൻ്റെ പകുതി 0.25 ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതിനെ നമുക്കൊരു റിയൽ നമ്പർ ലൈനിൽ നമുക്കത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാൻ മുന്നേ നമുക്ക് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞ ഒരു പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് മനസ്സിലാക്കണം. അത് റിയൽ അല്ലാത്ത ഒരു പുതിയ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഇമാജിനറി നമ്പേഴ്സ്. ഇപ്പോൾ ഇമാജിനറി നമ്പേഴ്സ് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, സപ്പോസ് നമുക്ക് x² = 1 എന്നൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഏത് നമ്പർ സ്ക്വയർ ചെയ്താലാണ് 1 കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് +1 ഓർ -1. അത് 1 × 1 1 കിട്ടും, -1 × -1 ചെയ്താലും 1 കിട്ടും. ബട്ട് സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, x² = -1 എന്നൊരു ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ചോദിച്ചാൽ ഇതിനൊരു റിയൽ സൊല്യൂഷൻ ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ 1 × 1 ചെയ്താലോ -1 × -1 ചെയ്താലോ നമുക്ക് ഒരിക്കലും -1 കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു റിയൽ നമ്പർ സ്ക്വയർ ചെയ്താൽ ഒരിക്കലും ഈ ആൻസർ കിട്ടില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇമാജിനറി സൊല്യൂഷൻ ആണ് നമ്മുടെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്, ഇമാജിനറി നമ്പർ. അപ്പോൾ ആ ഇമാജിനറി നമ്പറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സിൽ യൂണിറ്റ് 1 ആയിരിക്കുന്നത് പോലെ ഇമാജിനറി നമ്പേഴ്സിലെ യൂണിറ്റ് i ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ -1ൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ i² ചെയ്താൽ നമുക്ക് -1 കിട്ടും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ √4 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് നമ്പർ സ്ക്വയർ ചെയ്താൽ 4 കിട്ടുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. 2 സ്ക്വയർ ചെയ്താലാണ് √4 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയണത് റൂട്ട് ഓഫ് സംതിങ് അതിനെ സ്ക്വയർ ചെയ്താൽ ഇപ്പോൾ √4 2 തന്നെയാണ്. അപ്പോൾ √4നെ സ്ക്വയർ ചെയ്യുന്നതും 2നെ സ്ക്വയർ ചെയ്യുന്നതും 1 തന്നെയാണ്. അപ്പം റൂട്ടിൻ്റെ അകത്തുള്ള ഒരു നമ്പറിന് നമ്മൾ
സ്ക്വയർ റൂട്ട് ഓഫ് ഒരു നമ്പർ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ നമ്പർ തന്നെയാണ്, ഇത് 4. അതുപോലെ ഐ സ്ക്വയർ റൂട്ട് ഓഫ് -1 ആയതുകൊണ്ട് ഐന് സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ സ്ക്വയർ റൂട്ടിൻ്റെ അകത്തെ നമ്പർ തന്നെയായിരിക്കും, -1. അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1, ഐൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് -1. അപ്പോൾ ഇമാജിനറി നമ്പേഴ്സിൽ നമുക്കിനി ഐ ഉപയോഗിച്ച് ഏത് ഇമാജിനറി നമ്പറിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമാജിനറി നമ്പർ ലൈൻ നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ലൈൻ സെലക്ട് ചെയ്യണം. സോ ഓടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഏതായാലും വരക്കാം. ജസ്റ്റ് അപ്പം ഇവിടെ ഇങ്ങനൊരു ലൈൻ ഞാൻ വരക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഇമാജിനറി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇവിടെ ഐ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് യൂണിറ്റ് ആണ്, വൺ ഡിസ്റ്റൻസ് 0 എന്ന്. പിന്നെ ഈ അടുത്ത നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 2i എന്ന് പറഞ്ഞാൽ മതി. കാരണം അത് ആ നമ്പർ ഇമാജിനറി നമ്പർ ലൈനിലെ 2 മാഗ്നിറ്റ്യൂഡുള്ള നമ്പറാണ്, അത് 3i. അങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ താഴോട്ട് ഇവിടെ -i വരും, ഇവിടെ -2i വരും, -3i വരും. അപ്പോൾ ഞാനിപ്പോൾ i2i എന്ന് ഇവിടെ ഇമാജിനറിന്ന് ഇട്ടാൽ ഈ ആക്സിസിനെ ഞാൻ ഇമാജിനറിന്ന് വിളിച്ചാൽ പിന്നെ എനിക്ക് ഇതിനെ റിയൽ എന്ന് വിളിച്ചാൽ ഐ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 എന്ന് ഇട്ടാൽ മതി. ഇവിടെ 1 2 3 എന്ന് വെച്ചാൽ 1 മാഗ്നിറ്റ്യൂഡുള്ള ഇമാജിനറി നമ്പർ എന്നാണ്. ഇത് 2 മാഗ്നിറ്റ്യൂഡുള്ള ഇമാജിനറി നമ്പർ, ഇത് 3 മാഗ്നിറ്റ്യൂഡുള്ള ഇമാജിനറി നമ്പർ. അപ്പോൾ ഇമാജിനറി നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഈ ഐ ഉണ്ടാവും. അപ്പോൾ ഐ ഒരു നമ്പറിലൂടെ കണ്ടാൽ നമുക്കറിയാം അത് ഇമാജിനറി നമ്പറാണ്. where I is square root of -1. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇമാജിനറി നമ്പറിൻ്റെയും റിയൽ നമ്പറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഒരു റിയൽ നമ്പറും പ്ലസ് ഒരു ഇമാജിനറി നമ്പറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കോംപ്ലക്സ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യണം a+ib എന്നാണ്. അപ്പോൾ ഇത് റിയലാണ്, ഇത് ഇമാജിനറിയാണ്. ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻ. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്, ബി എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്. പക്ഷേ ഐ ബിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണത് കൊണ്ട് അത് നമ്പർ ഐ ബി എന്നുള്ളത് ഇമാജിനറി നമ്പറാണ്. അപ്പോൾ നമ്മൾ എന് റിയൽ പാർട്ടെന്നും ബിന് ഇമാജിനറി പാർട്ടെന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായി ഐഡൻറ്റിഫൈ ചെയ്യണം, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അതെല്ലാം ഡിസ്കസ് ചെയ്യാം.